അടുത്ത ദിവസമാണ്. രാവിലെ തന്നെ ടയർ പഞ്ചറായി വീണ്ടും. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ ഇത് കണ്ടത്. പഞ്ചറ് ടയർ സ്റ്റെപ്പിന് മാറ്റി നിൽക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ 2 പേരെ കണ്ടു എന്നുള്ളത്. അതിനകത്ത് ഒരാളെ കാണിച്ചു, ഞാനത് കാണിച്ചു തരും. ഇപ്പോൾ എൻ്റെ കാലം കൊണ്ട് പോകുന്ന ഇതാണ് നമ്മുടെ താരം. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞത് പേര് അജിത്ത് എന്ന പേര്. അവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ട് പരിചയപ്പെട്ടാണ്. അപ്പോൾ ആൾ പറഞ്ഞത് ഇതേമാതിരി എൻ്റെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ സബ്സ്ക്രൈബ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് എത്തിയതാണ്. താങ്ക് യു. അവന് മേക്കപ്പ് ഇല്ലാതെ ഇവരാരും നേരെ അതിന് കാണാൻ പറ്റില്ല. എനിക്ക് മാത്രമേ ഉള്ളൂ മേക്കപ്പ് ഒന്നും വേണ്ടാത്തത്. ഭയങ്കര സൗന്ദര്യമുള്ളൂ, അതുകൊണ്ടാണ് ഫുൾ ടൈം അതേമാതിരി ഭയങ്കര ഗ്ലാമറായിട്ട് നടക്കുന്നതുകൊണ്ട് മേക്കപ്പും ഇല്ല, ഒന്നും വേണ്ട. നേ കാണാൻ ഇത്ര എങ്ങനെയുണ്ട് അവൻ്റെ വണ്ടിയല്ലേ, ഇത് കൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. അത് ഒരുത്തിനൂടെ ഉണ്ട്. അവനെ ഇതേ വരുന്നുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്നതാണ്. രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ, എൻ്റെ വീഡിയോ സെപ്പറേറ്റ് കാണുമെന്ന് പറഞ്ഞത്. നമസ്കാരം. പേരൊന്നും അറിയാമോ? ജോമിൻ. എനിക്കറിയാം കേട്ടോ, നേരത്തെ തന്നെ അറിയാം. ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടാണ്. അല്ല, ഇന്നത്തെ വീഡിയോ എടുക്കണം മാത്രമേ ഉള്ളൂ, പോസ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോയിലപ്പോൾ ഉണ്ടാവും. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ വണ്ടിയിലാണ് പോകുന്നത്. അപ്പം രാവിലെ തന്നെ പഞ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ എൻഗേജഡാണ്. അടുത്ത പരിപാടി ഞങ്ങളിപ്പോൾ അവിടുന്ന് ബെല്ലാരിയിൽ നിന്ന് പോകുന്ന ഹിരിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹിരിയൂർ. അപ്പോൾ ഇവിടുന്ന് ഇനിയും ഉണ്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ബാംഗ്ലൂർ വേണം. ബാംഗ്ലൂരിൽ നിന്ന് സേലം, കോയമ്പത്തൂർ, പാലക്കാട് ഇതാണ് റൂട്ട്. പഞ്ചർ ഒട്ടിച്ചില്ല, സ്റ്റെപ്പിന് മാറിയിട്ട്. പഞ്ചർ ഒട്ടിക്കാനായിട്ട് ഇവിടെ പറ്റില്ല. അതെ. പിന്നെ നാട്ടില് അതെ പറക്കുമ്പോൾ പെട്ടെന്ന് കണ്ട സാധനമാണ്. അത് തെങ്ങുമുണ്ട്, ഒരു ലോഡ് കവുങ്ങുണ്ട്. ഇല്ല, തെങ്ങുണ്ട് ഇഷ്ടം പോലെ. ആ സൈഡ് മുഴുവൻ തെങ്ങാണ്ടാക്കി. ഒട്ടിച്ചേക്കുന്ന അത് നൈസ് റോഡ് ബാംഗ്ലൂർ കഴിഞ്ഞ് നൈസ് റോഡ്. ബാംഗ്ലൂർ നൈസ് റോഡിലാണ് കാഴ്ചകൾ.
വണ്ടിയല്ല, മറ്റേ ആ പിള്ളേരുള്ളത് അജിത്ത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പിള്ളേർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന വണ്ടിയാണ് ആ മുന്നേ പോകുന്നത്. ഇതിപ്പോൾ ബാംഗ്ലൂർ എല്ലാ വൈബ്രേഷനാണ്. ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിക്കുള്ള റോഡിൽ കയറി ഇലക്ട്രോണിക് സിറ്റി. ഹൊസൂരാണ് ഞാൻ അടുത്ത് വരാൻ പോകുന്നത്. അപ്പം ഹൊസൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൊസൂര്, കൃഷ്ണഗിരി, ഉപ്പൂര്, സേലം, കോയമ്പത്തൂർ, പാലക്കാട് ഇത്ര വേണ്ടി പോകാനുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പോകുന്ന ലോഡ് ഇറക്കാൻ പറ്റത്തില്ല, കൊണ്ടുപോകുന്നത് നാളെ ഇറക്കാൻ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ ഇന്നും കൂടി ഈ വണ്ടിക്കകത്തേ ഉള്ളൂ. ഇന്നിപ്പോൾ എനിക്കടെ കൂടെ ഇന്നും കൂടി ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാറും. ഞാൻ പിന്നെ വേറെ വണ്ടി സ്വന്തം ഒറ്റയ്ക്ക് വണ്ടി എടുക്കാനുള്ള ഇതുണ്ട്. ക്രിസ്മസ് വരെ ആയിരുന്നു ഇരിക്കുകയും ഞാനും കൂടെയുള്ള വണ്ടി എടുക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സ്വന്തം വണ്ടി എന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊരു വണ്ടി എടുക്കും. അപ്പോൾ പിന്നെ ഇനി ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെതായ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രാവലിങ്ങിലൊക്കെ എന്തോരം കണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല വണ്ടി ഓടിക്കുമ്പോൾ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇത് എന്താ പറയുക, ഈ ലാസ്റ്റ് ദിവസം എന്താണെങ്കിലും ഒരു അടുപ്പമുണ്ടല്ലോ ഞങ്ങൾ തമ്മിലുള്ള, കുറച്ച് പ്രശ്നമാണ്. ഇതേ സംബന്ധം ഒറ്റയ്ക്കാകുമ്പോൾ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. വണ്ടി ഭയങ്കരമായിട്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ വയ്ക്കാത്താണെങ്കിലും ഭയങ്കര ഒരു ഷേക്കിങ് ഉണ്ടാവും. ബാംഗ്ലൂർ ഒരു പ്രത്യേകതയുണ്ട് കണ്ടു കഴിഞ്ഞാൽ. ബാംഗ്ലൂർ ടോട്ടൽ കർണാടകയിൽ ഞാൻ നോട്ട് ചെയ്തൊരു പ്രത്യേകതയാണ്. വീടുകളുടെ മുകളിലോ എവിടെയെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോ ഒക്കെ ഈ ഇതുണ്ടെന്നുണ്ടെങ്കിൽ, എന്താ പറയണത്, വാട്ടർ ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മഞ്ഞ കളറിലേ ഉണ്ടാവുക. ഇവിടുത്തെ എല്ലാ വാട്ടർ ടാങ്കുകളും മഞ്ഞ കളറാണ്. എന്താണെന്നറിയത്തില്ല. ആ ഒരു വലിയ മോളാണ്, M5 മോളാണ്, കോണ്ടിനെൻ്റൽ. ഞാനാണെങ്കിൽ എത്ര കണ്ട് പറഞ്ഞു കൊടുത്താലും ഇക്ക ഇങ്ങനെ ചാടിച്ച് എടുക്കണുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണല്ലോ ഇക്കയ്ക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട്. ഉണ്ടോട്ടെ ഇപ്പോൾ ഇനിയും ചാടിക്കും വണ്ടി. JCB ഇനിയിപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് വരും. ഹൊസൂര് ചെക്ക് പോസ്റ്റ് ഉണ്ട് തമിഴ്നാടിൻ്റെ. ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ചെക്ക് പോസ്റ്റ് ഒന്നും കയറണ്ട, കാരണം വണ്ടി കാലിക്കായിരുന്നു പോയിരുന്നത്. ഇപ്രാവശ്യം പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് കയറണം, കാരണം വണ്ടിയിൽ ലോഡുണ്ട്. ചെക്ക് പോസ്റ്റിൽ കയറി അതിൻ്റെ പേപ്പേഴ്സൊക്കെ കാണിക്കണം. പേപ്പേഴ്സൊന്നും അവർക്ക് ആവശ്യമില്ല, അവർക്ക് വേണ്ട വേറെ കാര്യങ്ങളാണ്. അറിയാലോ, എല്ലാവരും പറയുന്ന മാതിരി തന്നെ എന്താണോ കിട്ടേണ്ടത് അതവിടെ കിട്ടിക്കഴിഞ്ഞാൽ പോകേണ്ട സാധനങ്ങൾ തന്നെ പൊക്കോളും എന്ന് പറഞ്ഞ മാതിരിയാണ്.
അപ്പം അങ്ങനെ ചെക്ക് പോസ്റ്റ് വന്നു. കേരളത്തിൽ കയറി ഇനിയിപ്പം ഇവിടുന്ന് വേണ്ട കേട്ടോ, വേണ്ട. അല്ല വേണ്ട എനിക്ക് വേണ്ട, ഞാൻ എടുക്കില്ല. അപ്പോൾ ഇതോടി അടുത്ത് തന്നെ വാളയാർ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നെഞ്ചിക്കോട് ഇല്ല എന്തിനേക്കാ ഇത് നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തിന്റെ പേരെന്താണ്? കേരളത്തിൽ വന്ന് എന്റെ പ്രത്യേകത മനസ്സിലായോ? ഇല്ല, 100 തന്നോളൂ. അപ്പൊ അങ്ങനെ ഈ കട ഇത് ഇതോടുകൂടി തീരും. ഇപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താണത്? വാളയാറല്ല നമ്മൾ ഇറക്കാൻ പോകുന്നത്. ആൾക്കാരോട് പറയുന്നുണ്ട് അതല്ലേ സ്ഥലം. നീ ഇറക്കുന്ന സ്ഥലം കഞ്ഞിക്കോട്. കഞ്ഞിക്കോട് പേര് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കഞ്ഞിക്കോട്ട് ഓർമ്മ ഉണ്ടാവണ്ടേ? കഞ്ഞിക്കോട് കൊണ്ട് ഇറക്കി കഴിയുമ്പോൾ പരിപാടി തീർന്നു. അത് ചേട്ടത്ത് ബൈ ടാറ്റ സി യു പറഞ്ഞ് അങ്ങ് പോകലാണ്. ഓക്കെ എന്നാ. നമസ്കാരം. പുതിയ ദിവസമാണ്. നമ്മുടെ ബെല്ലാരിയിൽ നിന്നുള്ള ലോഡ് വാളയാർ എത്താറായി. പാലക്കാടേക്കായിരുന്നു. പാലക്കാടേക്കുള്ള ലോഡായിരുന്നു. അപ്പം ഇപ്പം തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഈ വാളയാർ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് ലോഡ് കൊടുക്കേണ്ടത്. അതോടുകൂടി ഈ വണ്ടിയുമായിട്ടുള്ള ബന്ധം വിശ്വസിക്കുകയുമായിട്ടുള്ള ബന്ധം വിശ്വസിക്കുന്നു. അതിനായിട്ട് അടുത്ത വണ്ടിക്കകത്ത് ചേർത്തു. ഇതിന് 2-3 ദിവസം കൂടി കിട്ടും. ക്രിസ്മസ് ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ അടുത്ത വണ്ടിക്കകത്ത് ചേർത്തു. ഓക്കെ. അപ്പം അടുത്തൊരു വീഡിയോയ്ക്ക് ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. നോക്കാം. അതിനിടയ്ക്ക് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ കാണാനുണ്ടായിരുന്നു. ഓക്കെ, ബൈ. ശരിക്കും എൻ്റെ ശരിക്കുള്ള നിറം മീനാണ്. ഈ വണ്ടി പോയിട്ട് ഇങ്ങനത്തെ അപ്പം പാലക്കാടത്തെ ഇത് കഴിഞ്ഞു ഞങ്ങൾ പതി പോകാൻ പോവാണ്. അന്ന് കണ്ട ആൾക്കാരെല്ലാവരും ഉണ്ട്. ഇന്നും ഒക്കെ എല്ലാവരും ഉണ്ട്. ഇപ്പം ഇവിടെ കണ്ടത് ഒരു ചെക്ക് ഡാമാണ്. അവിടെ വന്നായിരുന്നു. കുളിക്കാൻ പോയതായിരുന്നു. കുറേ നാളായി നല്ല വെള്ളത്തിൽ കുളിച്ചിട്ട്. അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് ഇന്നത്തെ പരിപാടി തീർത്ത് വീട്ടിലേക്ക് പോവാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പം ഇവർ പറഞ്ഞു ഇവിടെ ഒരു ചെക്ക് ഡാമുണ്ട്, അവിടെ പോയാൽ കുളിക്കാം. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങി നിൽക്കാവുന്ന അത്രയും പൊക്കമുള്ളൂ, താഴ്ചയുള്ളൂ. ഇതിന് താഴത്തേക്കാണെങ്കിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടവും.
അപ്പം ആ വാ. അപ്പം അതിനകത്ത് പോയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വരും ഇവിടുന്ന്. പാട്ടിയിൽ നിന്ന് ഞൂണ്ട് വരുന്ന കാണാട്ടെ. ഇപ്പം കുറച്ച് കാട്ടുവാസികൾ വരുന്നുണ്ട്. ഇതിന് പൂവ് മാത്രമേ എടുക്കണുള്ളൂ. ഇത് നമ്മുടെ മെയിൻ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാണ്. പക്ഷെ ഒരു രക്ഷയില്ല, വന്യ കമ്പനിയാണ്. താങ്ക് യു. തിരിച്ചോളൂ, നാളെ വന്ന്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. കഴിഞ്ഞു, പരിപാടിയൊക്കെ തീർത്തു. ഇനി ഇവരുടെ അടുത്ത് വിട പറയണം. ഇവരങ്ങ് വഴിയിലേക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും പോയി ഇറങ്ങാൻ പറ്റുമോ നോക്കണം. ഇവിടെ തന്നെ ഈ നമ്മുടെ ജംഗ്ഷനിലേക്കില്ലേ, പുറത്തേക്ക് അങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ ഏതെങ്കിലും ബസ്സിൽ കയറി ഇറങ്ങിക്കോളാം. ഏതെങ്കിലും കിട്ടും, ഏതെങ്കിലും കിട്ടും, കുഴപ്പമില്ല. കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ ഇല്ല, ബസ് കിട്ടും. KSRTC. ആ നോക്കാം. ഇല്ലെങ്കിൽ ഏതിന് വണ്ടി കഴിയാണെങ്കിൽ അല്ല, പാലക്കാട് ബസ് എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ അവിടുത്തെ വരെ കയറിയിട്ട് അവിടെ നിന്ന് കയറാം. രാത്രി ഒരു 8-9 മണി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ചെല്ലുമായിരിക്കും വീട്ടിൽ. അങ്ങനെ മെയിൻ റോഡിലെത്തിപ്പോയി. എന്തെങ്കിലും എടുക്കാൻ മറന്നുണ്ടേക്കാ? ചായ പിടിച്ചേക്കാം.